ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നല്ല എട്ടിൻ്റെ ഒരു പണി എല്ലാവർക്കും വരുന്നുണ്ട്. കാരണം ഈ കളിയാക്കിക്കൊണ്ട് നമ്മൾ ആരെയെങ്കിലും വെച്ച് കളിയാക്കി കോമഡിയാക്കി റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ തിരക്കി വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എട്ടിൻ്റെ പണിയുമായിട്ട് നമുക്ക് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അറിയാവോ നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണിതുണ്ടല്ലോ. അതെ, കോമഡി ഒക്കെ ആയിരിക്കും. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രണസുലയും മറ്റേ സുലയും മറ്റേ സുലയോ. സത്യത്തിൽ ഞാൻ ഈ പുള്ളിയുടെ ആരാധികയോ അല്ലെങ്കിൽ ഈ രേണുസുതിയുടെ ഞാൻ ആരാധികയോ ഒന്നും അല്ല, ഫാൻസോ അങ്ങനെ ഒന്നും അല്ല ഞാൻ. പക്ഷേ അതൊരു സാധാ പെണ്ണല്ലേ. എനിക്ക് സുധിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആ സുധിച്ചേട്ടൻ്റെ ആ അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയുക, പിന്നെ നമ്മളും ഒരു പെണ്ണാണ്. ഈ പെണ്ണാണെങ്കിൽ ഈ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് അഴിഞ്ഞാടി ജീവിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനെ മക്കളെ കളഞ്ഞിട്ട് മറ്റാണുങ്ങളെ തേടി പോവുകയോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അവൾക്ക് പറ്റുന്ന രീതിയിൽ അത് നന്നായിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു ജോലി ചെയ്തിട്ട് ആ കൊച്ച് ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് ഇത്ര വലിയ തെറ്റ് പറയാനും ഇത്ര എല്ലാവരും കൂടി ഇങ്ങനെ വിമർശിക്കാനും എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ സിനിമ നടന്മാരുടെയും നടിമാരുടെയും മക്കളുകൾ എന്തെല്ലാം ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയിലായാലും പരസ്യത്തിലായാലും അങ്ങനെ ഏതെല്ലാം രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല. അതേസമയം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ജീവിക്കാനായിട്ട് തൻ്റെ മക്കളെയും വളർത്തി ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട്. കാരണം ഇപ്പം ഞാൻ നോക്കിയിട്ട് പുള്ളി അറിയാത്ത ആരുമില്ല. കാരണം എന്താണെന്നറിയാം, ഈ സോഷ്യൽ മീഡിയ തന്നെ പുള്ളിയെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കാണെങ്കിൽ ഒരു സാധാ ഒരു പെണ്ണാണെന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ആണുങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എന്തിനാ ഈ പെണ്ണുങ്ങൾ തന്നെ അവരെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് അത് അഭിനയിക്കുന്നത്. എന്നാൽ അത്യാവശ്യം സ്കെൽറ്റ് നല്ല അത്യാവശ്യം കാണാനും കൊള്ളാം. അത്ര വലിയ നാളീ പറയുന്നത് കേട്ട് എലിപ്പല്ലെന്നോ എലിയുടെ മുഖം പോലെ ഇരിക്കുവാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് റീൽസും ഒക്കെ അതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നവരൊക്കെ അത്രയങ്ങ് നല്ല മിടുക്കരും അല്ലെങ്കിൽ വലിയ ഗുണമേന്മയുള്ള ആൾക്കാരും ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും ദൈവം ഒരു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, അതാണ്. ഇപ്പം ഈ പറയുന്നത് പോലെ വലിയ കാശ് ടീമൊക്കെയാണ് അവിടെ ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ സർജറി ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്നത്. ഈ ഫിലിം രീതിയിലോട്ട് ഈ ഫിലിംസിലോട്ട് ഇറങ്ങിയ ആൾക്കാരുടെയൊക്കെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിൽ ഓരോ റീൽസിനകത്തും അതിനകത്തുമൊക്കെ വെച്ച് നോക്കുക, എന്തോരം വ്യത്യാസം കാണുന്നത്. അത് വെച്ച് ഒന്ന് മനസ്സിലാക്കിക്കൂടായോ? ഇത് ഈയിടെ ഒരു എന്താ പറയുക, ഒരു അഭിമുഖത്തിൽ തന്നെ പറയുന്നത് 951 രൂപ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഉള്ളു. ജീവിക്കാൻ വേണ്ടിയാണ് ആ കൊച്ച് ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ ഒരു അഭിനയത്തിലോട്ട് ആ കൊച്ച് ഇറങ്ങിയെന്നും ഒക്കെ അത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മറ്റുള്ളവരെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. അതിന് അഴിഞ്ഞാടി നടക്കുകയും കണ്ട പെണ്ണുങ്ങളുടെ ശാപം വേക്കാതെ കണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ആ പെണ്ണ് ജീവിക്കുന്നത്. അല്ലാതെ കണ്ണി കണ്ട ആമ്പിള്ളാരുമായിട്ട് ഉള്ള റിലേഷനിൽ ആയി പിന്നെ അവന്മാരുടെ ഭാര്യമാരുടെ ശാപവും വേറ്റ് അവന്മാരുടെ അവളുമാരെയും കരയിപ്പിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ ആ കൊച്ച് ജീവിക്കുന്നത്. ആ കൊച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനറിയാവുന്ന രീതിയിൽ അത് അഭിനയിക്കുന്നുണ്ട്, അറിയാവുന്ന രീതിയിൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇത്ര കുഴപ്പം? നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര കുഴപ്പം? അതെങ്ങനെയെങ്കിലും ജീവിച്ച് നോക്കട്ടെ, അത് പാവം എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു വീഡിയോ നീ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിർത്തത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പെണ്ണിനെ തേജോവധം ചെയ്യുന്നതിനകത്ത് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. കാരണം ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്. നാളെ നമ്മുടെ ഗതി എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സ്വർഗം തന്നെ. പക്ഷേ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും എല്ലാവരും തരാനൊന്നും കാണത്തൊന്നുമില്ല. അപ്പം നമ്മളൊരു ജോലിക്കായിട്ട് ഇറങ്ങുമ്പം ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത് എന്ന് ചോദിക്കും. ഇതല്ലാതെ മറ്റ് ജോലികളുണ്ടോയെന്ന് അതിനെ ആക്ഷേപിക്കുന്ന ആൾക്കാർ തന്നെ ആ ജോലി കണ്ടെത്തി കൊടുക്കുക. ആ കൊച്ചിന് മാസം ഒരു 10,000 രൂപയെങ്കിലും ഒരു ജോലി കണ്ടെത്തി കൊടുക്കുക ആ കൊച്ചിന്. ആ കൊച്ച് അത് അവിടെ അങ്ങനെയെങ്കിലും
അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ പരാതി പറയാനും ഇങ്ങനെ കുശുമ്പ് പറയാനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി ഇപ്പോൾ ആ കൊച്ചിനെ അറിയാത്തവരായിട്ട് ആരില്ല. അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങളായിട്ട് ചെയ്തു കൊടുത്തു. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.